വെച്ച് ഉണർത്തുന്നടാ റാസ്കൽ. അതിനെ ശരിക്കും കാണണ്ടേ? മാഷേ ആരാണ്? കുഴപ്പമില്ല, പോലീസാ. ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇവന്മാർ നിൽക്കണം. നിപ്പ് കണ്ട വല്ല കൂസലുണ്ടോ നോക്കിയാണ്. ഇവന്മാരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. സിനിമാക്കാരെന്നൊക്കെയാണ് പറയണ. ഇവിടെ എന്തൊരു പരിപാടി ഒരു മനുഷ്യന് പറഞ്ഞൂടെ. കള്ള ലക്ഷണം കണ്ട രണ്ടിൻ്റെയും. സാറേ, യവനാണ് സംവിധായകൻ. യവൻ തന്നെയാണ് തിരക്കഥ യവൻ തന്നെ. എവിടെ തള്ളി കയറി പോണം? ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാണ്. സാറേ, യവന്മാർ തന്നെ ആരും പറയും. എന്താടാ ഒരു പരുങ്ങല്? കൊണ്ടുവന്ന് തന്നെ സരസു വാ. എങ്കയോ പാത്ത മൂഞ്ചി. ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ് ടു. ഓക്കെ, ഐ ഷുഡ് ലൈക്ക്. താങ്ക് യു. ന്യൂ ഇയർ അല്ലേ, ക്രിസ്മസ്. Bro, hello. Happy Christmas. Happy Christmas. Thank you. ഞാനല്ലോ. ഇഞ്ഞോടാ, ഇഞ്ഞ് വാടാ. എന്താടാ നിന്റെ പേര്? ബേസിൽ. മുഴുവൻ പേര് പറയടാ. ബേസിൽ കഞ്ഞിക്കുഴി സർ. ഓ, ആഠ്യകുല ജാതനാണ്. എന്താണ് നിന്റെ ഒരു ചപ്രത്തലെ? കുഞ്ചുമച്ചാക്ക സർ. രോഹിണി കാർത്തിക സർ. എന്തോന്ന്? രോഹിണി കാർത്തിക. ഇവ ഏതാ? ആണാ പെണ്ണ? ആണാണ് സാർ. കണ്ട ഡാടാടാടാ. വെടി. അറ്റാക്കായിരുന്നു സർ. ഒറ്റ ഷോട്ട് വെച്ചില്ല സർ. കോൺസെൻട്രേഷൻ കളയലടോ. ആരാ നോക്ക് Sir, തവളപ്രക്കാടി ഒന്ന് അനങ്ങി പോണം. ശരിയെന്നാ, എല്ലാം പറഞ്ഞല്ലേ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ സാറ് നമ്മളെ ആളാണ്. സാർ, എക്സ്ക്യൂസ് മീ. ഫോൺ. ഞാൻ പോയിക്കോളാം. ഓക്കെ, ദിസ് വേ. താൻ എന്താണ് ഒരു പിള്ളേരെ പോലെ ഫോണും പറ കിടക്കുന്നത്? തന്നെ പെണ്ണും പിള്ളേരാണോ വിളിച്ചത്? താൻ ഉമ്മനോ കുമ്മനോ? പോയാ CCTV ഫുട്ടേജ് എടുത്തു. Sir, please sit down. You're a good dancer. Please. അടുത്തത് മൂന്നോളം കൂടെ നീങ്ങുന്ന. എന്തോ രോഹിണി മാഡത്തിനോട് ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും. അങ്ങനെയൊന്നും നീ ഇന്ന് ഏതെങ്കിലും അരിപര ഞാൻ നിങ്ങളെ സഹായിക്കാം. അപരിചിതൻ സർ. അത് തന്നെ. അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നു? ഓ, ആര്? സാറ്. സാറ് ആക്കിയതാണല്ലേ?
വേണ്ട കേട്ടാ. മൂന്നെണ്ണത്തിനെ കുറിച്ച് ഫ്ലാറ്റിലൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. മൂന്നിനെയും തൂക്കും ഞാൻ. ആ CCTV ഫുട്ടേജ് ഞാൻ വന്നോട്ട്. ഈ SI വത്സനാരെന്ന് നീയൊക്കെ അറിയും കേട്ടാ. സാംസ്കാരിക മാലിന്യങ്ങളെ എപ്പ നോക്കിയാലും കുണുകുണു. ഈ പാതിരാത്രി ആരുടെ ഇതിനും വേണ്ടി ഇതിനെ ഗുളികയായിരുന്നു? ആ ഫോൺ എടുത്ത് വല്ല തോട്ടിലും കളയണേ. അനിയ നീപ്പോ Me? ആ അവിടെ നടക്കാൻ വയ്യ. മാഷേ ഇവിടെ ആർക്കടാ വെടിവെക്കാൻ അറിയാമോ? എനിക്കറിയില്ല. അങ്ങനെ വെച്ചാ ഇവനറിയാതെ ഒരു കൈ ആ സർ CCTV വിഷ്വൽസ് ഞാൻ ചെക്ക് ചെയ്തു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ഫ്രീക്ക് പെണ്ണേ. വിഷ്വൽസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അല്പം ക്ലാരിറ്റി കുറവുണ്ട്. ലുക്ക് അറ്റ് ദിസ്. സാർ, മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി ഫ്ലാറ്റിലേക്ക് പോകുന്ന വിഷ്വൽസ് മാത്രമേ ഉള്ളൂ, തിരിച്ചു പോകുന്നതില്ല. സോ പെൺകുട്ടി ഈ ഫ്ലാറ്റിൽ എവിടെയുണ്ട്. ചിലപ്പം ഇവിടെ തന്നെ ആകാം. ഓഹോ, അത് താനാണോ തീരുമാനിക്കുന്നത്? സംശയം. കാണട്ടെ. സാർ സോറി, മാറിപ്പോയി. ഇതാണല്ലോ തന്റെ കില്ലർ. സോറി സാറേ, ഒരു അബദ്ധം പറ്റി. ആ ഒന്ന് വാട്സാപ്പ് ചെയ്തേ. എനിക്ക് ഓ അല്ല, അത് സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു സാർ. ക്രിസ്മസിന് വരാണ്ട് കസ്റ്റമർ കെയർ ചെയ്യുന്നു. അവിടെ നെല്ല്. സാർ ഇതാണ്. ഇത് ബാംഗ്ലൂർ ഡോൾബി. ഇവിടെ തുടങ്ങിയ ഡീലിങ്സ്. ഈ വന്നവളവിടെ പോയി മാഞ്ഞു പോയോ? കൊന്നവളുമില്ല, ചത്തവളുമില്ല. ടു കോംപ്ലിക്കേറ്റഡ്. എടോ, ഈ ഡയാനയുടെ ഫ്ലാറ്റിന്റെ ഫ്ലോറിൽ CCTV ക്യാമറ ഒന്നുമില്ലേ? അങ്ങനെ എന്താണോ ഈ ഫ്ലാറ്റുകാരൊന്നും അതും എന്റെ തലയിലിട്ട എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ഒന്ന് മൊഴിയടോ. സാറേ, ഡയാന മാഡം ഫ്ലാറ്റിലെ അസോസിയേഷൻകാരോട് പറഞ്ഞിട്ട് ആ ഫ്ലോറിലെ CCTV ക്യാമറ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നടക്കത്തൊന്നും കാണാൻ പറ്റില്ല. ഓ അത് ശരി. എവന്റെയൊക്കെ അല്ലേ വർഗം. എന്തൊക്കെ ചുറ്റിക്കളികളുണ്ടെന്ന് ആർക്കറിയാം. യോഗം. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസ് ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ആരനുസരിക്കാം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം എന്നെ പോലുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ തലയിലും. ഇന്ന് ഞാൻ എല്ലാ ഫ്ലാറ്റും ചെക്ക് ചെയ്യാം. ചാനലുകാരൊക്കെ വന്നാന്തോ ആ TV എന്നിട്ടെ. സാർ എന്തോന്നടേ ഇത്? HD TV യാ? തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരം നടി ഡയാന ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കേൾക്കാമോ? ശ്രീജിത്ത്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹലോ നികേഷ്, കേൾക്കുന്നുണ്ടോ? പറയൂ, കേൾക്കാം. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പത്രക്കാർ ആരെയും പോലീസ് ഇതുവരെ അകത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് മരിച്ച പ്രമുഖ നടിയുടെ ഫ്ളാറ്റിന് മുന്നിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത്. SI വത്സനം സംഘവുമാണ് പൂർണ്ണമായിട്ടും ഈ കേസിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് പോലും ഈ നമ്മുടെ മരിച്ച പ്രമുഖ നടിയുടെ മൃതദേഹം ഇതുവരെ പോലീസ് വിട്ട് നൽകിയിട്ടില്ല. അത് നമ്മുടെ പോലീസിന്റെ ഒരു അനാസ്ഥയായി എഴുതി ചേർക്കാൻ സാധിക്കും. നീ വന്ന് കൊണ്ടുപോടാ. ഇവിടെ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല. എപ്പോഴാണ് കൊണ്ടുപോകാതിരുന്നത്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവിടുന്ന് ബോഡി കൊണ്ടുപോകാതിരിക്കുന്നത്? The nation wants to know. കൊക്കോ, ഈ ഡയാന ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഓടി അവിടെ പോയി. മൂന്നെണ്ണം എവിടെയൊക്കെ തന്നെ കാണണം കേട്ടാ. കേട്ടില്ലടാ, 3 ഇവിടെ തന്നെ കാണണം. സാർ എന്റെ ഡയലോഗിന് എക്കോ വേണ്ട കേട്ടോ. എവിടെടാ? എന്ത് വാഷ്റൂം? Sir, there. That's my room. This way. അവിടുത്തെ Sir, I use Sardonic freshener, heart-free, very clean. Enjoy, sir. What a nice person.
Oh. Listen, man. Sir, you. വേണ്ട വേണ്ട. Okay, thank you. See? Whose washroom? കക്കുസി പോയ വെള്ളം ഒഴിച്ചു വിടണം. ഉയറായിട്ട് എന്റെ വർഷം കളഞ്ഞു. ഞാൻ നോക്കിക്കോളാം സാറേ. ഇപ്പൊ കൂടാ നീ നോക്കിയോ. ഈ പങ്കുവിന്റെ കളി നീയൊക്കെ കാണാൻ കിടക്കണ്ടോ പട്ടികളെ. ഇത് ഇവിടെ തീരുടാ നീയൊക്കെ തട്ടി ഉള്ളിലാക്കി